അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ്. ഇന്ന് ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഫുജൈറയിൽ ഹാങ്ങിങ് ഗാർഡൻ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ മോള് വന്നിട്ട് ഞങ്ങൾ ദൂരമൊന്നും പോയിട്ടില്ല, അബുദാബിയിലൊക്കെ ജസ്റ്റ് കറങ്ങിയെന്നുള്ളൂ. ഇപ്പോൾ UAE നല്ല ചൂടല്ലേ, അപ്പോൾ ലോങ് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ മോള് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ദുബായ് ഷാർജൊക്കെ ഒന്ന് കറങ്ങാറുണ്ട്. ഈ വർഷം അതിന് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ ആഴ്ച എന്തായാലും ഫുജൈറയിൽ പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുമ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ട്രാഫിക്കിൽ പെട്ട് 1.5 മണിക്കൂർ ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ടിട്ടാണ്. ഭയങ്കര ചൂടും അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നത്. പിന്നെ ഞങ്ങൾ ഷാർജയിലെത്തിയപ്പോൾ സഫാരി മാളിൽ കയറി. സഫാരി മാളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് 2 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ടാണ്. അവർ അവിടെ ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ സഫാരി മാളിലൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഫുജൈറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഫുജൈറയിലുള്ള മലീഹ റോഡിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഈ റോഡിൻ്റെ 2 സൈഡിലും മലകളാണ്. നല്ല വൈബുണ്ട് കേട്ടോ യാത്ര ചെയ്യാനും. നല്ലൊരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹാങ്ങിങ് ഗാർഡനിലെത്തിയിട്ടാണ്. ഈ മല കട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഹാങ്ങിങ് ഗാർഡൻ കേട്ടോ. അതിൻ്റെ എൻട്രി തന്നെ കണ്ടില്ല, ഒരു മലയുടെ ഉള്ളിൽ കൂടെയാണ് റോഡ് പോകുന്നത്. ആ റോഡിൽ കൂടെയാണ് കടന്നു കഴിഞ്ഞാലാണ് ഹാങ്ങിങ് ഗാർഡൻ കാണുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഹാങ്ങിങ് ഗാർഡൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 10 ദിർഹം ഉള്ളിലോട്ട് കടക്കാൻ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ 1 അവറിന് 10 ദിർഹംസാണ്. പിന്നെ അവർ കൂടുന്തോറും 10 ദിർഹംസ് അവർ നമ്മളിങ്ങനെ ഈടാക്കും കേട്ടോ. പിന്നെ അത് കാണുന്ന ആ ട്രെയിനിന് ഒരാൾക്ക് 5 ദിർഹംസാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് വാട്ടർഫോൾസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് ഈ മലയുടെ മേലേക്ക് ഇങ്ങനെ കയറി പോവാട്ടോ. കുറേ സ്റ്റെപ്സ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനുമായിരുന്നു. അധികം ചൂടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. 2-3 പാർക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഊഞ്ഞാൽ, സീസോ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ബോറടിക്കില്ല, അവർക്ക് കളിക്കുക, എൻജോയ് ചെയ്യുക, അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ ട്രെയിന് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അമ്മ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ കുറച്ച് നേരം മോളവിടെ ഊഞ്ഞാലൊക്കെ ആടി എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ട്രെയിനിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഹാങ്ങിങ് ഗാർഡൻ്റെ മൊത്തം ഒന്ന് നമുക്ക് അവർ വ്യൂ കാണിച്ചു തരും കേട്ടോ. ഒന്ന് കറക്കി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി പിന്നെ ഉള്ളിൽ ഫുള്ളൊന്ന് കറങ്ങിയിട്ട് അവിടെ ഈ കയറിയ സ്ഥലത്ത് തന്നെ വന്ന് അവർ നമ്മളെ ഇറക്കി തന്നിട്ടോ. അങ്ങനെ നല്ല എൻജോയ് ചെയ്തിട്ടോ നമ്മളെ ട്രെയിൻ യാത്രയും എല്ലാം.
ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് ഒരു 1.5 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.